നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. 5 റിക്രൂട്ട്മെന്റുകളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. 5 കിടിലൻ അവസരങ്ങൾ. അതിലൊന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്ക്, നമ്മുടെ കേരളം ആസ്ഥാനമായിട്ടുള്ള ഇന്ത്യയിലെ ഒരു പ്രമുഖ ബാങ്കിലുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്ക് ജൂനിയർ ഓഫീസർ തസ്തികയിലേക്ക് ഡിഗ്രിക്കാരുടെ ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. കൂടാതെ തിരുവനന്തപുരം ടെക്നോ പാർക്കിലും കൊച്ചി ഇൻഫോ പാർക്കിലും ഒക്കെയുള്ള ഒരു പ്രമുഖ അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനി ബൾക്കായിട്ട് വർക്ക് ഫ്രം ഹോം വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ചില ജോലികൾ, പ്രത്യേകിച്ച് BCom MCom ഇങ്ങനെ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സൊക്കെ കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. 2 വിദേശ അവസരങ്ങൾ, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുവാനായിട്ട്. അതിലൊന്ന് ഗവൺമെന്റ് ഏജൻസി വഴിയുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള 2 റിക്രൂട്ട്മെന്റ്. ഇത് കൂടാതെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസിലേക്ക് ഒരു ഹയറിംഗ്, പ്രത്യേകിച്ച് 2026 പാസ് ഔട്ട് ആകാൻ പോകുന്ന ഇപ്പോഴത്തെ ഫൈനൽ ഇയറുകാർക്ക് ഒരേ അവസരങ്ങളുള്ള ഒരു ഹയറിങ്ങിനെ കുറിച്ചും ഒക്കെ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുവാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ തൊഴിൽ അവസരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് ചാനലോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലോ ഒക്കെ സന്ദർശിക്കാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യം ഞാൻ ഒരു വർക്ക് ഫ്രം ഹോം ആയിട്ട് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരു നല്ല അവസരം സൂചിപ്പിക്കാം. നമ്മുടെ തിരുവനന്തപുരം ടെക്നോ പാർക്കിലും കൊച്ചി ഇൻഫോ പാർക്കിലും ഒക്കെ പ്രവർത്തനമുള്ള ഒരു പ്രമുഖ മൾട്ടിനാഷണൽ US കമ്പനിയായ സ്പെറിഡിയൻ അവരുടെ HR ടീം അറിയിച്ചിട്ടുള്ളതാണ് ഈ ഒരു അവസരം. അവര് ഈ BCom MCom അല്ലെ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ്, ഉദാഹരണത്തിന് MBA ഫിനാൻസ് അല്ലെ MFM ഇങ്ങനെയൊക്കെയുള്ള കോഴ്സ് കഴിഞ്ഞവരെ US ടാക്സ് ഈ പ്രവർത്തനങ്ങൾക്കായിട്ട് ഹയർ ചെയ്യുന്നുണ്ട്. ടാക്സേഷന് അല്ലെങ്കിൽ ഫൈനാൻസ്, ഇന്റർനാഷണൽ ബിസിനസ് ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിലായിരിക്കും അവസരങ്ങളുള്ളത്. അപ്പം ഇതിന്റെ ഒരു പ്രത്യേകത ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. റിമോട്ടായിട്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ജോലി ചെയ്യാം എന്നുള്ളതാണ്. നൈറ്റ് ഷിഫ്റ്റിലും ജോലി ചെയ്യാനായിട്ട് തയ്യാറാണ്. ഫ്രഷേഴ്സിനും അപേക്ഷിക്കാനായിട്ട് കഴിയും. ശമ്പളം ഏകദേശം ഞാൻ മനസ്സിലാക്കുന്ന ഒരു 17,000 അറൗണ്ട് ആയിരിക്കും പെർ മന്ത്. ഇതുകൂടാതെ ഒരു 50,000 മറ്റോ ഒരു വൺ ടൈം ബോണസ് ആയിട്ടും നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പം ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ താല്പര്യപ്പെടുന്നവർ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അതിൽ പോയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ വെച്ചിട്ട് ഷോർട്ട് ലിസ്റ്റ് ആവുകയാണെങ്കിൽ ഇവർ ഫർദർ പ്രോസസ്സിന് വേണ്ടി വിളിക്കും. ഫർദർ പ്രോസസ്സ് മിക്കവാറും വെർച്വൽ ആയിരിക്കും, ഓൺലൈനിലൂടെ തന്നെയായിരിക്കും. അപ്പോൾ വീട്ടിലിരുന്ന് ജോലി കണ്ടെത്തി വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്ന ഒരു മികച്ച അവസരമാണ്. അത്യാവശ്യം നല്ല ശമ്പളവുമുണ്ട്. ഇത് ഉപയോഗപ്പെടുത്താൻ താല്പര്യപ്പെടുന്നവർ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് പരിശോധിക്കുക. അതല്ലെങ്കിൽ jobsbridge.com നമ്മുടെ സൈറ്റിൽ പോയിട്ട് സ്പെറിഡിയൻ എന്ന് സെർച്ച് ചെയ്താലും ഡീറ്റെയിൽസ് മനസ്സിലാക്കി അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഇനി ഞാൻ വിദേശത്തേക്കുള്ള ഒരു അവസരം സൂചിപ്പിക്കാം. അൽ ജസൗ, ഇത് UAE, ദുബായ്, അബുദാബിയിലൊക്കെ പ്രവർത്തനമുള്ള UAE എന്ന രാജ്യത്ത് പ്രവർത്തിക്കുന്ന അൽ ജസോർ എന്ന കമ്പനിയിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ്. ഈ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ എറണാകുളത്തെ പ്രവർത്തനമുള്ള KME എഞ്ചിനീയറിംഗ് കോളേജാണ്. അപ്പോൾ അവരാണ് ഈ റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ആരെയായിരിക്കും ഇവരെ ഹയർ ചെയ്യുക? ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഫ്രഷ് ഗ്രാജുവേറ്റ്സ് ആൻഡ് ഫൈനൽ ഇയർ സ്റ്റുഡൻസ്. ഫൈനൽ ഇയർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ 2026 അല്ല 25 പാസ് ഔട്ട് ആകാൻ പോകുന്നവർ. അതേപോലെ ഫ്രഷ് ഗ്രാജുവേറ്റ്സ്, അതായത് 24 ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അപ്പം ഡിഗ്രിക്കാരെ, അതേപോലെ എഞ്ചിനീയറിംഗ് ഓൾ സ്ട്രീംസ് ഒക്കെ കഴിഞ്ഞവരെ ഒക്കെ അപേക്ഷിക്കാം. ഇവർ പ്രത്യേകിച്ച് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, BBA MBA ഒക്കെ പോലെയുള്ള കോഴ്സുകൾ, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ലോജിസ്റ്റിക്സ് ഇങ്ങനെയൊക്കെ കഴിഞ്ഞവർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. ഇവരെ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ മാർക്കോ പെർസെൻറ്റേജോ ഒന്നും പറയുന്നില്ല. അപ്പോൾ 24 25 ഒക്കെ ഡിഗ്രി ഈ മേഖലയിൽ അല്ലെ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. UAE പോകാനായിട്ട് റെഡി ആയിരിക്കണം. 20 പേരെ ആയിരിക്കും ഇവരെ ഹയർ ചെയ്യുക. 3 മേഖലകളിലേക്കാണ് ഹയർ ചെയ്യുക. ഒന്ന് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, സെയിൽസ് ഉണ്ട്, ലോജിസ്റ്റിക്സ് ഉണ്ട്. അപ്പം എന്തൊക്കെയായിരിക്കും ഇവരുടെ ഓഫറിങ്? UAE ഫുൾ ടൈം ജോബ് ഉണ്ട്. എംപ്ലോയ്മെന്റ് വിസ കമ്പനി തന്നെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. റീലൊക്കേഷൻ സപ്പോർട്ട്, അതായത് അങ്ങോട്ടേക്ക് നിങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട്, അതുപോലെ നല്ല ശമ്പളം, ട്രെയിനിങ് ആൻഡ് ഓൺ ബോർഡിങ്, സപ്പോർട്ടീവ് ടീം എൻവയോൺമെന്റ്, കണ്ടിന്യൂസ് ഡെവലപ്മെന്റ്, ഇത്രയും കാര്യങ്ങൾ ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഓർക്കുക, ഈ അൽ ജസോർ ഈ ഒരു കമ്പനി പ്രത്യേകിച്ച് GCC അല്ലെ മിഡിൽ ഈസ്റ്റിലൊക്കെ പ്രവർത്തനങ്ങളുള്ള ഒരു പ്രമുഖമായിട്ടുള്ള കൺസ്ട്രക്ഷൻ ആൻഡ് ബിൽഡിംഗ് മെറ്റീരിയൽ പ്രോഡക്ട്സ് ആൻഡ് സർവീസസിന്റെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ്. 24 ഷോറൂമുകളുള്ള 19 വെയർ ഹൗസുകളുള്ള 650 അധികം ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു വലിയ കമ്പനിയാണ്. ഇങ്ങോട്ടേക്കാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡിഗ്രിക്കാർ പാസ് ഔട്ട് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നൽകുന്നു. അടുത്ത അവസരം സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് നാം അറിയുന്നത് പോലെ നമ്മുടെ കേരളം, പ്രത്യേകിച്ച് തൃശ്ശൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഒരു പ്രമുഖ ബാങ്കാണ്. ഇവര് ജൂനിയർ ഓഫീസർ ഓപ്പറേഷൻസ് ഈ ഒരു തസ്തികയിലേക്ക് ഇപ്പോൾ ഹയറിങ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതായത് 15-ാം തീയതി ഒക്ടോബർ മുതൽ 22-ാം തീയതി ഒക്ടോബർ വരെ ആയിരിക്കും നിങ്ങൾക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയുക. പിന്നെ പരീക്ഷ മിക്കവാറും നവംബർ 1, 2 തീയതികളിൽ ആയിരിക്കും. ഇത് റിമോട്ട് ആയിരിക്കും, പ്രോക്റ്റഡ് റിമോട്ട്. അതായത് നിങ്ങൾ ലാപ്ടോപ്പിൽ വെബ് ക്യാം ഒക്കെ വെച്ച് ലാപ്ടോപ്പിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് എഴുതാവുന്ന പരീക്ഷകളായിരിക്കും. ആർക്കായിരിക്കും ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? ഇതിൻ്റെ എലിജിബിലിറ്റി ഇവർ കണക്കാക്കുന്നത് 30/9, അതായത് സെപ്റ്റംബർ 30-ാം തീയതി പ്രകാരമായിരിക്കും. അത് പ്രകാരം മാക്സിമം 27 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ, ഗ്രാജുവേഷൻ വിത്ത് മിനിമം 50% മാർക്ക്. അപ്പം 28 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി SC/ST-കാർക്കാണെങ്കിൽ 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി വിത്ത് 50% മാർക്ക്. റെഗുലർ ആയിട്ട് പഠനം പൂർത്തീകരിക്കണം, 10th 12th ഡിഗ്രിയൊക്കെ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഒരു കാര്യം കൂടി ഇവർ സൂചിപ്പിക്കുന്നുണ്ട്, മിനിമം 1 ഇയർ ഓഫ് എക്സ്പീരിയൻസ്. അത് ബാങ്കിലോ NBFC-യിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു 1 ഇയർ എക്സ്പീരിയൻസും കൂടി ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. സാധാരണ നേരിട്ട് ഡിഗ്രിക്കാരാണ് ഹയർ ചെയ്യുന്നതെങ്കിൽ ഇപ്രാവശ്യം 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവരെയായിരിക്കും ഹയർ ചെയ്യുക. ഇപ്പോൾ ജൂനിയർ ഓഫീസർ ഓപ്പറേഷൻസിലേക്കാണ് ഹയറിങ്. അതൊരു കോൺട്രാക്റ്റ് ആയിരിക്കും. പക്ഷേ സാധാരണഗതിയിൽ നല്ല പെർഫോമൻസ് ഒക്കെ ആണെങ്കിൽ അസിസ്റ്റന്റ് മാനേജർ സ്കെയിൽ 1-ലേക്ക് നിങ്ങളെ കൺസിഡർ ചെയ്യപ്പെടാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ തൊഴിലവസരങ്ങളുണ്ട്, അതൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇത്രയായിരിക്കും ഇതിൻ്റെ പേ പാക്കേജ്. 4.86 lakhs to 5.04 lakhs പെർ ആനം. അപ്പോൾ ഏകദേശം ഒരു 5 ലക്ഷം രൂപ പെർ ഇയർ ആയിരിക്കും ഇതിൻ്റെ കോസ്റ്റ് കമ്പനി പേ പാക്കേജ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ബാക്കി ജനറൽ ടേംസ് ഒക്കെ ഉണ്ട്. മോഡ് ഓഫ് സെലക്ഷൻ എങ്ങനെയായിരിക്കും? ഓൺലൈൻ ടെസ്റ്റ് ഉണ്ട്, GD ഉണ്ട്, ഇൻ്റർവ്യൂവിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷന്. ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് 500 രൂപ ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് ജനറൽ കാറ്റഗറിയിൽ. SC/ST-കാർക്ക് 200 രൂപ ഉണ്ടായിരിക്കത്തുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യേണ്ടത്? ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. അതിൻ്റെയൊക്കെ ലിങ്കും ഡീറ്റെയിൽസും ഒക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. 22 ഒക്ടോബർ വരെ ആയിരിക്കും ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. അടുത്തായിട്ട് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ കമ്പനിയായ റിലയൻസിൽ ലഭ്യമായിരിക്കുന്ന ജൂനിയർ എഞ്ചിനീയർ ട്രെയിനിങ് GET ഈ ഒരു പ്രോഗ്രാമിലേക്കുള്ള ഹയറിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. നാം അറിയുന്നത് പോലെ നമ്മുടെ മുകേഷ് അംബാനിയൊക്കെ നേതൃത്വം നൽകുന്ന റിലയൻസിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനിങ് GET പ്രോഗ്രാം, ഇതിന് നിങ്ങൾക്ക് ഒക്ടോബർ 15-ാം തീയതി വരെ ആയിരിക്കും അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക. ഇതിൻ്റെ ഒക്ടോബർ 15 മുതൽ 24 വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇവരെ സ്ക്രീൻ ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്കായിരിക്കും അസസ്മെൻ്റ് ഉണ്ടായിരിക്കുക, ഓൺലൈൻ അസസ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് എങ്ങനെയായിരിക്കും ഓൺലൈൻ അസസ്മെൻറ്റ്, കോഗ്നിറ്റീവ് ടെസ്റ്റ്, സബ്ജക്റ്റ് മാറ്റർ ടെസ്റ്റ്, അതിൻ്റെയൊക്കെ ബേസിസിലായിരിക്കും. അത് നടക്കുന്നത് ഒക്ടോബർ 29-ാം തീയതി ആയിരിക്കും. അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് അതാത് റീജിയണൽ സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഡിസംബർ പകുതിയോടെ ഇൻ്റർവ്യൂസ് കാണും. അപ്പോൾ ടെസ്റ്റിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷന്. അപ്ലൈ ചെയ്യാവുന്ന ലാസ്റ്റ് ഡേറ്റ് 15 ഒക്ടോബറാണ്. ഇനി എന്തായിരിക്കും ഇതിൻ്റെ എലിജിബിലിറ്റി? ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഫൈനൽ ഇയർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ്, അതായത് 2026-ൽ പാസ് ഔട്ട് ആകാൻ പോകുന്ന BTech-കാർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് കെമിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഫയർ, സിവിൽ, മെറ്റലർജി, ഇൻസ്ട്രുമെൻറ്റേഷൻ ഒക്കെയുള്ള സ്ട്രീമിൽ കഴിഞ്ഞവർക്കായിരിക്കും. മിനിമം 60% മാർക്സ് 10th-ലും 12th-ലും ഒക്കെ നേടിയിരിക്കണം. ഡിഗ്രിക്ക് 6 CGPA ഒക്കെ നേടിയിരിക്കണം. ആക്റ്റീവ് ബാക്ക്ലോഗ്സ് ഒന്നും കാണില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ബാക്കി ജോലിയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ കോമ്പൻസേഷൻ 7.5 lakh പെർ ആനം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ 9 lakh പെർ ആനം ഒക്കെ IIT-കാർക്ക് ലഭ്യമാവും. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി നമുക്ക് ഒരു വിദേശ അവസരം കൂടി ഒന്ന് പരിശോധിക്കാം. കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻസിയായ ഒഡേപെക് വഴി വിദേശത്തേക്ക് ലഭ്യമായിരിക്കുന്ന ഒരു അവസരം. ഒഡേപെക് എന്ന് പറഞ്ഞാൽ ഓവർസീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് പ്രൊമോഷൻ കൺസൾട്ടൻസ് ലിമിറ്റഡ്, ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനമാണ്. ഇവർ ഒമാനിലേക്ക് ടീച്ചേഴ്സിൻ്റെ ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. പ്രൈമറി ഇംഗ്ലീഷ് ടീച്ചറുണ്ട്, സെക്കൻഡറി ഫിസിക്സ് ടീച്ചറുണ്ട്, പ്രൈമറി മാത്സ് ടീച്ചറുണ്ട്, സെക്കൻഡറി ICT ടീച്ചറുണ്ട്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറുണ്ട്, പ്രിൻസിപ്പളുണ്ട്. ഇങ്ങനെ വിവിധ തസ്തികകളിലേക്കാണ് ഹയറിങ്. 15 ഒക്ടോബർ വരെ ആയിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. അപ്പോൾ ഒമാനിലെ വേൾഡ് സ്കൂളിലേക്കാണ് ഈ ഹയറിങ് നടക്കുന്നത്.
അപ്പോൾ നമുക്ക് ആ ഒരു ഹയറിങ്ങിൻ്റെ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. ഈ ടീച്ചേഴ്സ് ഹയറിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇംഗ്ലീഷ്, ഫിസിക്സ്, മാത്സ്, ICT, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇങ്ങനെയുള്ള തസ്തികകളിലേക്കൊക്കെയാണ് ഒമാനിലേക്ക് വേൾഡ് സ്കൂളിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. 15 ഒക്ടോബർ വരെ ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഒമാനി റിയാൽ 300 ആണ് ശമ്പളമായിട്ട് സൂചിപ്പിക്കുന്നത്. 5 ഒഴിവുകളാണുള്ളത്. 2 to 5 years എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സിനായിരിക്കും മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ അപേക്ഷിക്കാം. ഓർക്കുക, ബാച്ചിലേഴ്സ് ഡിഗ്രിയും BEഡും ഉള്ളവർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. പ്രൈമറി ഇംഗ്ലീഷ് ടീച്ചറുണ്ട്, പ്രൈമറി മാത്സ് ടീച്ചറുണ്ട്. ഇതൊക്കെ 2 year എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. സെക്കൻഡറി ഫിസിക്സ് ടീച്ചറൊക്കെ ആകുമ്പോൾ 5 years എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. സെക്കൻഡറി ICT ടീച്ചറിനും 5 year എക്സ്പീരിയൻസ് ആണ്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിന് 5 year എക്സ്പീരിയൻസ് ഒക്കെയാണ് ചോദിക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. നല്ല ലാംഗ്വേജ്, നല്ല കമ്മ്യൂണിക്കേഷൻ വേണം. ബാച്ചിലേഴ്സ് ഡിഗ്രി, BEഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. സാലറി ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു. അതുകൂടാതെ ഫർണിഷ്ഡ് ബാച്ചിലർ അക്കോമഡേഷൻ, മെഡിക്കൽ കവർ, എക്കണോമിക് ക്ലാസ് റിട്ടേൺ ടിക്കറ്റ്സ് വൺസ് ഇൻ എ ഇയർ, 30 days പെയ്ഡ് ആനുവൽ ലീവ്, അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളും ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ 15-ാം തീയതിക്കകം അപ്ലൈ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് അല്ലെ എന്നെ അറിയിച്ചത് നിങ്ങളെ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ പോയി അതാത് കമ്പനികളുടെ ഡീറ്റെയിൽസ് വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അതിലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. കൂടുതൽ തൊഴിലവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയൊക്കെ തൊഴിലവസരങ്ങൾ തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.